നമ്മൾ പുതിയത് മേടിച്ചിട്ട് വന്നിട്ടുള്ളത് ഇതാണ് അഗ്നിയുടെ ഒരു വണ്ടികടിയും കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് തീരും. അപ്പോൾ അജീഷ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നീ പോളിടെക്നിക്കിൽ പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പോയിട്ടില്ല. അഡീഷണൽ ഫിറ്റിംഗ് എന്തോരു സാധനങ്ങളാണ് നോക്കി ഈ വണ്ടിയുമേ. ആണോ, ഞാൻ വിലയിൽ നിന്ന് എന്നെ കണ്ടു. ഇവിടെ ചെടിയിൽ താഴെയാണ്, വണ്ടി കയറി പോയില്ല, പെട്ടു. കണ്ടോ, ഒരു വീല് റോട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി വലിച്ച് ഓട്ടോറിക്ഷ പോണ വഴികിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അജീഷ് വണ്ടി എടുത്ത് വന്നിട്ട് നമ്മുടെ തൂക്കനോക്കൽ കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വണ്ടി അവിടെ ലോഡ് കയറ്റാനായിട്ട് വന്നിട്ടുണ്ട്. എവിടെ? നടത്തറയിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ലോഡൊക്കെ കയറ്റി അങ്കമാലിക്കായിരുന്നു കേട്ടോ. അങ്കമാലിയിൽ വന്നു, കാലിയായിരുന്നു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്കമാലിയിൽ നിന്ന് ലോഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ നടത്തറയ്ക്ക് വന്നു. അപ്പോൾ നടത്തറയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു കഴിഞ്ഞ ആഴ്ചയാണ് വണ്ടിയുടെ അടുത്ത് പോയത്, പിന്നെ പോകാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ അടുത്ത് പോവുക, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാമെന്ന് വെച്ചിട്ട് ലോഡ് കയറ്റുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. നടത്തറയാണ് സംഭവം. അപ്പോൾ നിത പോകുന്നില്ല, മുത്ത് ഞാൻ വരുമ്പോഴേക്കും ചിലപ്പോൾ തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിതയ്ക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനാണെങ്കിൽ വരവേൽപ്പിലെ മോഹൻലാലായിട്ട് എന്താ പറയുക, വണ്ടിയുടെ പുറകിൽ കാർ എടുത്ത് നടക്കുകയാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു രൂപ കിട്ടില്ല. എന്നാലും നമ്മളൊരു ആഗ്രഹമല്ലേ വണ്ടി ചെന്ന് കാണണ്ട വല്ലപ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവിടെ പോയി എന്താണ് കയറ്റണത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സീറ്റിൻ്റെ കവർ ഞാൻ വേറൊരു തീരുമാനത്തിലേക്ക് എത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ കവർ ഊരിയിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതെടുക്കാൻ ഞാൻ പറഞ്ഞില്ല, കുറേ പണികൾ സ്പീക്കറിൽ നിന്ന് വയറൊക്കെ എടുക്കാണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ സാധനം അയച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നമ്മൾ ഇന്ന് പോവാം നാളെ പോവാം അങ്ങനെ വിചാരിച്ചിട്ട് എന്നും വിചാരിക്കും, സാധനം പോക്ക് നടക്കണില്ല. അപ്പോൾ ഇതാണെങ്കിൽ ഇട്ടിട്ട് ഓടിക്കുമ്പോൾ ഷർട്ടിൻ്റെ ബാക്കും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, എല്ലാ പ്രശ്നങ്ങളും നമുക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഊരിയൊക്കെ ഇനി അവർ പണി ചെയ്യുന്ന സമയത്ത് ഈ സാധനം എടുത്തിട്ടാൽ മതിയല്ലോ, അപ്പോൾ പിന്നെ അഴുക്കാവില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ പ്രവർത്തനം ഇന്ന് ഞാൻ അതെ, ഇന്ന് സീറ്റ് കവറൊക്കെ ഊരാണ്. ഇതൊരു വലിയ ചടങ്ങായിട്ടാണ് നമ്മൾ സീറ്റ് കവർ ഊരുന്നത്. മലയാളികളുടെ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീറ്റ് കവർ ഊരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അയ്യോ സീറ്റ് കവർ മൊത്തം അങ്ങനെ ഊരി എടുക്കണമെങ്കിൽ പണിയുണ്ടല്ലോ. അയ്യോ ചേരിച്ചിട്ട് വേണത്തെ ഊരി എടുക്കാം, നേരെ കിട്ടില്ല. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ടോ? അമ്മ സീറ്റ് കവർ ഊരിയപ്പോൾ നോക്കിയേ പെടേട്ടാ അല്ലേ, സീറ്റിൻ്റെ ഒരു ഷേപ്പ് നോക്കിയേ. സംഭവം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളുടെ വണ്ടിയുടെ സീറ്റ് കവർ ഊരിയപ്പോൾ ജാതി ഭംഗിയായി അല്ലേ, അടിപൊളി. താറെന്നുള്ള ബെഡ്ജിങ് ഉണ്ട് സീറ്റ് കവറുമേ. ഇനിയിപ്പോൾ എന്തായാലും അപ്പുറത്തേക്ക് ഊരി എടുക്കട്ടെ കേട്ടോ. ബാക്കിൽ അവിടെ കിടന്നോട്ടെ. ബാക്കിൽ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരി എടുത്താൽ പിന്നെ ഇടാൻ പറ്റില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായില്ലെങ്കിൽ അഴുക്കാവുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വണ്ടിയിൽ തന്നെ എടുത്ത് വയ്ക്കാം. ഓക്കെ, പിടിക്കേ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അടുത്ത ദിവസം എന്തായാലും നമ്മൾ പോലോ എന്നുള്ള ഒറ്റൊരു പ്രതീക്ഷയിൽ എന്ത് ചെയ്തു, അത് ചെയ്തില്ല. പക്ഷേ ഇത് അന്ന് തന്നെ എങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ ആ ഫിറ്റ് ചെയ്യണ സമയം ഉണ്ടല്ലോ, ഫിറ്റ് ചെയ്യണ സമയത്ത് മാത്രം ഇതായിട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. വിഡ്ഢിത്തരമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഇത്തിരി വൈകിയാണ് ഗൈസ് ആലോചിക്കുള്ളൂ. അതിന് ഇത് എപ്പോഴും പറയും പ്രതീക്ഷയായിട്ട് അപ്ഡേറ്റ് അല്ല, ഇത്തിരി പിന്നിലാണ്. അപ്പൊ അത് കറക്റ്റ് ആയി അല്ലേ. പിന്നെ ബുദ്ധി ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ പ്രയോഗിക്കണില്ല, ഇത്തിരി നേരം വൈകിട്ട് ബുദ്ധി വരും. അത് പ്രായത്തിന്റെ പേടിക്കണ്ട. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഈ സാധനങ്ങളിൽ നമുക്ക് അയ്യോ ഇതിങ്ങനെ നിവരില്ലേ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മള് അത് ഇങ്ങനെ മാറ്റിയിട്ടല്ലേ ബാക്കിലേക്ക് കയറണേ. അതെ, അല്ല പക്ഷെ അത് ഇങ്ങനെ ബെൻഡാക്കാൻ പറ്റില്ല. ഈ സീറ്റ് ഇങ്ങനെ ആക്കാൻ പറ്റില്ല. ഇവിടെ മതിയാ സ്റ്റഡിയാ. അതെയോ? അല്ലല്ലോ, അതെന്നാ എനിക്ക് തോന്നുന്നു. അല്ലല്ല, മുത്തങ്ങനെ ആക്കാറുള്ളൂ അല്ലേ, താഴ്ത്തിയിടാറുണ്ട്. അതിങ്ങനെ തിരിഞ്ഞു വരുമ്പോ തന്നെതാനാവണമെന്നല്ലേ? അല്ലല്ല, അത് പിടിച്ചു വലിക്ക് പുറകിലത്തെ. ഇപ്പൊ കറക്റ്റ്. ഇപ്പൊ നീ പറഞ്ഞത് ശരി, അല്ലെങ്കിൽ പിള്ളച്ചൻ നുണ പറയാന്ന് ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളച്ചൻ നുണ പറയാന്ന് വിചാരിക്കില്ല. ഈ സാധനം ഊരി എടുക്കാം, സുഖായി. ടെസ്റ്റ് ഊരി. അപ്പൊ അതിന്റെ ടെസ്റ്റ് കൂടി വരാൻ പറ്റും നിനക്ക്? ഓക്കെ, നല്ല ക്ലാസ് ലുക്കായിട്ടോ. ഇത് ഊരിപ്പില്ലേ, ഇപ്പോഴാണ് താറിന്റെ ഭംഗി വന്നതിനില്ലേ. അതെ അല്ലേ, ഞാൻ ഊരിക്കോളാം. വേണ്ട, ഊരി ഊരി വലിച്ചു പറിച്ചെടുക്കാണ്. അല്ലല്ല, അതെ ഊരി ബുദ്ധിപരം. മറ്റേ കുളിക്കാൻ നേരത്ത് തലയിലിടുന്ന ക്യാപ്പ് പോലെ ഉണ്ടല്ലോ, കുളിക്കാൻ നേരത്ത് തലയിൽ മുങ്ങി പോകുമ്പോ ഇതിനകത്ത് എയർ നിറച്ചിട്ട് ഷവർ ക്യാപ്പ്. മുങ്ങി പോവില്ല.
അങ്ങനെ അതിന് ചെയ്യാം. നമുക്ക് എന്തായാലും ഈ 2 പരിപാടി കഴിഞ്ഞു. അയ്യോ ഇനി ഇതിന്റെ അടിയിലത്തെ ഇതിലൊക്കെ പൊടി ഉണ്ടല്ലേ, പോയിട്ട് വന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യാം. അത് നല്ലത്. അതേപോലെ ഇതൊക്കെ കട്ട് ചെയ്ത് ഇടണം. ഇതങ്ങോട്ട് ഇട്ടോ. അപ്പൊ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നേരെ ഇനിയിപ്പോ നടത്തറയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൂര് വരെ എത്തണം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഗേറ്റ് തുറക്ക്. അങ്ങനെ നമ്മൾ അജീഷിൻ്റെ അവിടെ എത്തിയിട്ട് അജീഷ് ഇവിടെ ഒരു പറമ്പിൽ കൊണ്ടിട്ടുണ്ട്. ഇവിടേക്കാണ് ലോഡ് കയറ്റാനായിട്ട് വന്നിട്ടുള്ളത്. സംഭവം ഇവർക്കൊരു കമ്പനി ഉണ്ട്, കമ്പനിയുടെ അവിടേക്ക് വണ്ടി പോവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ലോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലുപൊടിയാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോകണത്. അപ്പോൾ നിലവിൽ ഇവിടെ ഇടാനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നണു. ഇത് തന്നെയാണ് കേട്ടോ കമ്പനി. ഇത് തന്നെയാണ്, കമ്പനിയുടെ ഉള്ളിലേക്ക് കയറില്ല എന്നുള്ളൂ. ഓ യെസ്, ഇത് തന്നെയാണ് കമ്പനി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അജീഷ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ആദ്യം അജീഷിന് ഫുഡ് മേടിച്ച് കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ പോകാനായിട്ട് നിന്നപ്പോഴേക്കും വണ്ടി വന്നു കേട്ടോ, ലോഡ് കയറ്റാനുള്ള വണ്ടി വന്നു. അപ്പോൾ എന്തായാലും ലോഡ് നമ്മുടെ വണ്ടിയിലേക്ക് മാറ്റി കയറ്റണം. അപ്പോഴേക്കും എന്തായാലും ചായ കുടിച്ചിട്ട് വരാനുള്ള സമയമുണ്ട്, ഇഷ്ടംപോലെ സമയം. നമ്മളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതിന്, നമ്മളിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല. നല്ല ഹോട്ടൽ തപ്പി നമ്മുടെ ആൽത്തറ ഹോട്ടലിൻ്റെ അവിടെ വരെ എത്തിയിട്ടാ. അപ്പോൾ ആൽത്തറ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് അജീഷ് ഊണ് കഴിക്കാനായിട്ട് പോയി. ഞാനും ഊണ് കഴിക്കാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ കാരണം അവൻ ഊണ് കഴിക്കാൻ പോയ സമയത്ത് ഞാൻ ഇവിടെ തൊട്ടടുത്തൊരു ഇലക്ട്രിക്കിൻ്റെ ഷോപ്പുണ്ട്, ഇലക്ട്രീഷ്യൻ്റെ ഷോപ്പ്. അപ്പോൾ അവിടെ വരെ പോയി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഹോണിൻ്റെ റീല് നമ്മൾ ഒരു പ്രാവശ്യം മാറ്റിയതാണ്. പക്ഷേ ആ റീല് വീണ്ടും അടിച്ചു പോയി. അത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. അത് അന്ന് കിട്ടാനുണ്ടായിരുന്നില്ല. നല്ല സാധനമൊക്കെ പറഞ്ഞ് തലക്കാട്ടേക്ക് മേടിച്ചെടുത്തതാണ്. അന്ന് മുഴുവൻ പോയി അന്വേഷിച്ച് നടന്നിട്ടും കിട്ടിയില്ല. അപ്പോൾ കിട്ടിയത് പറഞ്ഞാൽ മേടിച്ചെടുത്തു. അപ്പോൾ അത് നല്ല കമ്പനി അല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് വീണ്ടും അടിച്ചു പോയി. അപ്പോൾ ഇനിയിപ്പോൾ തൊട്ടടുത്തൊരു ഇലക്ട്രീഷ്യൻ്റെ കട, ആ കടയിൽ ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് അതില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞ് തൊട്ടപ്പുറത്ത് വേറൊരു കടയുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോകണം. എന്നിട്ട് ആ സാധനം മാറ്റണം. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രേക്കിൻ്റെ ഫ്യൂസ് പോയായിരുന്നു. അപ്പോൾ ആ ഫ്യൂസും അതുപോലെ ഒന്ന് മാറ്റണം. ഈ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം ഡിമ്മും ബ്രേക്കൊക്കെ അടിക്കുമ്പോൾ രാത്രിയല്ലേ കൂടുതൽ ഓട്ടം. അപ്പോൾ അതുകൊണ്ട് ഡിമ്മും ബ്രേക്കും അടിക്കുമ്പോൾ ചിലപ്പോൾ വല്ല ഇതെങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റെന്താ പറയുക ഇതിൻ്റെ ഇത് പോകാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ ഫ്യൂസ്. അപ്പോൾ അങ്ങനെ പോയിട്ടാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതൊന്ന് മാറ്റി തരണം. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ റിലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ മാറ്റി വെച്ചാൽ അതെന്ന് വെച്ചാൽ 3 വയറുള്ള സംഭവമായിരുന്നു. അത് മാറ്റിയിട്ട് 4 വയറുള്ളതാക്കി. അത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അത് ശരിയാവുകയാണെങ്കിൽ എനിക്കതിനായിട്ട് ഫിറ്റ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ച് വന്ന് ഫിറ്റ് ചെയ്ത് തരുന്ന ഒഴിവുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ വരെ വണ്ടി കിടക്കുന്ന പറഞ്ഞ ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ്. ഞങ്ങൾ ഊണ് കഴിക്കാൻ വന്നത് കുറേ കിടയ്ക്ക് വന്ന് നല്ല ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം തന്നെ അവിടേക്ക് വന്ന് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയും. പിന്നെ നമ്മൾ വണ്ടി എടുത്ത് ഇനി റോഡ് കയറ്റിയിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ അഴിച്ച് മാറ്റാം. ഇല്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോണ വഴിക്ക് മണ്ണത്തിലൊരു സ്ഥലമുണ്ട്, അവിടെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ. അത് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും സംഭവം നടക്കില്ല. അപ്പോൾ അത് കാരണം പറ്റുകയാണെങ്കിൽ ഞാൻ മാറ്റും. ഇല്ലെങ്കിൽ പോണ വഴിക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അറിയില്ല. എന്തായാലും മേടിച്ച് വയ്ക്കാം, അത് അത്യാവശ്യമാണ്. പറ്റിയില്ലെങ്കിൽ നമുക്ക് തന്നെ മാറ്റി എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്യാം. ഈ തൊട്ടിപ്പുറത്ത് ഇനിയിപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് അടുത്തൊരു സിഗ്നലുണ്ട്, സിഗ്നലിൻ്റെ അവിടെയാണ് നേരെ അവിടെ വരുന്ന് പോവാം. അജീഷ് ഊണ് കഴിഞ്ഞ് വന്നിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ കാറ് നിർത്തിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വണ്ടി കൊണ്ട് നിർത്തി. ഞാൻ നോക്കിയിട്ടുണ്ട് ടാറ്റയുടെ വണ്ടി നാഗാലാൻഡ് രജിസ്ട്രേഷൻ. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് ഒരു കുന്ന് പരിപാടി ഉണ്ട് കേട്ടോ. മുകളിലേക്ക് കയറാനുള്ള ചവിട്ടുപടി പോലത്തെ സാധനം ഫ്രണ്ടിൽ വരെയുണ്ട് അതിൻ്റെ. അതുപോലെ തന്നെ മൊത്തത്തിൽ കുറേ സാധനങ്ങൾ, അഡീഷണൽ ഫിറ്റിങ്, എന്തോരം സാധനങ്ങളാണ് നോക്കി ഈ വണ്ടിയുമേ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ മെല്ലെ നോക്കി മനസ്സിലാക്കുകയായിരുന്നു. മെയിനായിട്ട് ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ കഴുകാൻ വേണ്ടിയിട്ടും കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ ഫുള്ള് ചെയ്തിട്ടുള്ളത്, പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഏടിയാണെന്ന് തോന്നുന്നില്ല, എന്നാലും അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. കണ്ടെയ്നർ ടൈപ്പ് സംഭവമാണ്. പിന്നെ നിറച്ചും തുണി കെട്ടിയിട്ടുണ്ട്. ഇവർ എന്തിനാ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ തുണി കെട്ടിയിരുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ ടയർമ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബർ കെട്ടിയിരുന്നെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അജീഷ, ഇതെന്തിനാണെന്നറിയോ ഈ തുണികൾ ഇങ്ങനെ കെട്ടിയിരുന്ന വണ്ടിയമേ? സംഭവം അറിയില്ല. അപ്പോൾ പിന്നെ കാര്യമില്ല, ഞാൻ അറിയാവുന്ന വല്ലവരോടും ചോദിക്കാം തുണി ഇങ്ങനെ കെട്ടുന്നതിന് വല്ല ഇതുണ്ടോ എന്നുള്ളത്, കാര്യമുണ്ടോ, അത് വെറുതെ കെട്ടണതാണോ എന്നുള്ളത്. ഞങ്ങൾ മരത്താക്കര ഒരു കടയിൽ വന്നു കേട്ടോ. മരത്താക്കര ഒരു ഇലക്ട്രിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ നമുക്ക് സംഭവം ഇത് റിലേ കിട്ടി. ഇത് അഗ്നി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചാൽ പോവില്ല എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മാറ്റാനുള്ള ആളെ തൊട്ടപ്പുറത്ത് ചെന്ന് ചോദിച്ചു, പക്ഷേ ആൾക്ക് വരാനും ഒഴിവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമ്മുടെ വണ്ടി കിടക്കുന്ന ഭാഗത്ത് ആരെങ്കിലും ഉണ്ടാവും. അവിടെ 2 പേരും ഫോൺ നമ്പർ ഒന്നുമില്ല, കട പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പറ്റുക ആണെങ്കിൽ അവിടെ പോയിട്ട് അവരോട് ചോദിച്ചു. അവിടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മറിക്കുന്ന രക്ഷയില്ലെങ്കിൽ ഞാൻ തന്നെ മറന്നു വെച്ചിട്ടാണ്. ജീവേഗനാണ് ഇറക്കണത്. എൻ്റെ പൊന്നെ, അത് കംപ്ലൈൻ്റ് ആയിട്ട് ഇറക്കണതല്ല, എന്തെങ്കിലും ജീവേഗൻ. അതിന് 1 കോടി 2 കോടി കണ്ട് വിലയുണ്ട്.
നമ്മുടെ എനിക്കോ ആ തലയിൽ ചുവന്നുകൊണ്ട് കിടക്കാനാ. എന്തുട്ടാ അജീഷ് നീ എന്നെ കളിയാക്കണതല്ലേ? സത്യം പറയേ. അതെ അതെ മനസ്സിലായി. നീ ആ ഊണ് കഴിച്ച വിഷമത്തിൽ നീ പറയണത് അജീഷിനെ ഇന്ന് കൂടുതൽ പൈസ മേടിച്ചു എന്ന്. മാന്തങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ പൈസ എന്ന് പറയുന്നത് 60-70 രൂപ മേടിച്ചോ? ആ 70 രൂപ ആയതുകൊണ്ട് ഊണ് 60-70 ഉള്ളൂ സംഭവം. പക്ഷെ മാന്തങ്ങൾ ഭയങ്കര വില കൂടുതലായി അജീഷ്. പക്ഷെ നല്ല സാധനം അല്ലായിരുന്നോടാ. അതാണ്. ആ മീനൊക്കെ ഭയങ്കര വിലയാ, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ. അപ്പൊ പിന്നെ അവര് കൂടുതൽ പൈസ മേടിക്കുന്നതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഫുഡ് മോശമാണെങ്കിൽ സംഭവം റെഡിയാ. അപ്പൊ ഫുഡ് സൂപ്പറായിട്ട് നമ്മള് പിന്നെ പൈസ കൂടുതലെന്ന് പറഞ്ഞാൽ അതെ അത് ശരിയാ. ആൽത്തറ പിന്നെ ഇവിടെ ചെന്നാലേ ആവശ്യമില്ലെങ്കിൽ അതും ഇതൊക്കെ മേടിക്കാൻ തോന്നി. ഈ ആൽത്തറയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെന്താ കാര്യം എന്നറിയോ? കുറേ സാധനങ്ങളുടെ പേര് നമ്മളോട് ഇങ്ങനെ പറയുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്തിരുന്ന ആൾക്കാർ കഴിക്കണം കാണുമ്പോൾ വെറുതെ കഴിക്കണം എന്നുള്ള ആഗ്രഹം തോന്നും വേണ്ടെങ്കിലും. അതാണ് അതിൻ്റെ അവരൊരു മറ്റേന്താ പറയാ, മോയിലും താറാവൊക്കെ എല്ലാം ഉണ്ട്. മോയിലുണ്ട്, താറാവുണ്ട്, കൂന്തലുണ്ട്, പിന്നെ ആട്ടുതല, മറ്റേന്താ പറയാ മീനുകളുടെ തല കായിട്ട് വെച്ചത്, പിന്നെ ബോട്ടി, അങ്ങനെ എന്തെല്ലാം സാധനം ഉണ്ട്. അത് മൊത്തം ഉണ്ട്. ഞാൻ ഒരുവിധ സാധനങ്ങൾ മൊത്തം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെമ്മീന് കുറേ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ. ഞണ്ട്, കക്ക, മറ്റേ പറഞ്ഞ കൊക്കുണ്ടോ കൊക്ക്. നമ്മുടെ താറിന്റെ ഇനി നെക്സ്റ്റ് സർവീസിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുള്ളൂ. ഈ 10,000 6 മാസം കഴിഞ്ഞിട്ട് 1000 മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കുള്ളത് നെക്സ്റ്റ് 10,000. അപ്പൊ 10,000 എന്ന് പറയുമ്പോ ഇനി എന്തായാലും ഒരു 6 മാസം കഴിയാണ്ട് 10,000 ആവില്ല. 6 മാസം ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് ആവുക. ആ സമയത്ത് എത്തിയാൽ മതി. എന്തിട്ട് ഓട്ടമുള്ളതിന് ഓട്ടം കുറവല്ലേ? അല്ലെങ്കിൽ പിന്നെ വെറുതെ നമുക്ക് നിന്റെ വണ്ടിയുടെ പിന്നാലെ ഞാൻ വെറുതെ ഇങ്ങനെ ഇത് ഓടിച്ചു വരാം. ആ അതെ. ഇപ്പൊ അത് തന്നെയാണല്ലോ ചെയ്തോണ്ടിരിക്കണത്. ഇതിപ്പോ അടുത്തേക്കാന്ന് മാത്രം, മറ്റേ അകലേക്ക് വരാം. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്ത് വന്നിട്ട് അപ്പോഴേക്കും ഒരു ലോഡ് ആ വണ്ടിയിൽ വന്നത് കയറ്റി. അപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലേക്ക് ഒരു ടീഡിയും വെക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജീഷിനോട് പറഞ്ഞിട്ട് ഈ ഒരു സ്പാനർ എടുത്ത് ഈ ഒരു ബോക്സിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ അവിടെ ഒരു വണ്ടി നന്നാക്കാനായിട്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ. ആളോട് പറഞ്ഞിട്ട് ആളിപ്പോൾ പോയേക്കാണ്. ആൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പുത്തൻ 2 ടയറും ഇതിലായിട്ട് ഇട്ടു. പിന്നെ നമ്മളുടെ ഇതിൽ നിന്ന് മാറ്റിയിട്ടുള്ളൊരു ടയർ ഇതിലുമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ പുത്തൻ ടയർ ഒരെണ്ണം. ഇപ്പോൾ പുത്തൻ ടയർ നമ്മൾ മേടിച്ചിട്ടുള്ളതിൽ സ്റ്റെപ്പിനായിട്ട് വെച്ചേക്കുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുത്തൻ ടയർ തന്നെ നമുക്കെടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ 8 പുത്തൻ ടയറായി ടോട്ടൽ വണ്ടി മേടിച്ചതിന് ശേഷം. ഇനിയിപ്പോൾ ഒരു 4 ലഗടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 4 12 എല്ലാം ആയി. അപ്പോൾ അങ്ങനെ നമ്മളുടെ പുത്തൻ ടയറാവും. അപ്പോൾ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടണം വരെ അങ്ങോട്ട് പൊട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വിടുക തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അഴിച്ച് ഇതിൻ്റെ എന്താ പറയുക നമ്മുടെ റിലേയും കാര്യങ്ങളും അതേപോലെ ഫ്യൂസും ഒന്ന് മാറ്റണം. അജീഷ് നീ പോളിടെക്നിക്കിൽ പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പോയിട്ടില്ല. ആ നിന്നോടാണ് പിന്നെ ഇത് ചോദിക്കണേ അല്ലേ? ഞാൻ ഭാഗ്യത്തിന് പോളിടെക്നിക്കിലൊക്കെ പോയിട്ടുള്ള കാരണമില്ലേ എനിക്ക് ലേശം എന്താ പറയാ ഈ വക വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ശ്രീനിവാസൻ പഠിച്ചിട്ടുള്ള സെയിം കോളേജിൽ സെയിം സമയത്ത് പഠിച്ചിട്ടുള്ള കണ്ടോ. ഇതിപ്പോൾ വയറുകളുടെ ഒക്കെ കളർ വ്യത്യാസമുണ്ട്. എന്നിട്ട് വരെ ഞാൻ ഇതൊക്കെ കൊടുക്കുകയാണ്. ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ. ഏറ്റവും കൂടി എന്താ ഉണ്ടാവുക അറിയാം നിനക്ക്? ഫോൺ കത്തിപ്പോവാ. അത് തന്നെയാണ് സംഭവിക്കാൻ ചാൻസ് മിക്കവാറും. ഈ ഒരു സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ശരിയായാൽ ഞാൻ സക്സസ് ആണെന്നുള്ളത് പറയില്ലേ? അതാണ് നോക്കിക്കോ. അതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം മാറ്റിയിട്ടുള്ളതാണ്. പക്ഷെ ഇത് തന്നെയാണ് പോയിട്ടുള്ള വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യണത്. ആയാൽ രക്ഷപ്പെട്ടു. എവിടെ നമ്മുടെ മാറ്റിയ സാധനം എവിടെ? ഈ സാധനമാണ് കേട്ടോ റിലേ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയത് മേടിച്ചിട്ട് വന്നിട്ടുള്ളത് ഇതാണ്. അഗ്നിയുടെ ഇതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന സാധനം. ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പ് ഇത് എന്താ ഹോൺ റിലേന്ന് മാത്രമേ സൂപ്പറിൻ്റെ ഇത് തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചതാ. ഇത് കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലായത്. അത് 270 കണ്ടാകുന്നുണ്ട്. ഇത് 170 അല്ലേ ഉള്ളൂ. അപ്പോൾ തമിഴ്നാട്ടിൽ വില കൂടുതലാണ്. ഡിസ്കൗണ്ട് ഇല്ല. ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇത് ഡിസ്കൗണ്ട് കഴിച്ചിട്ടാണ്. അയ്യോ ഇൻസ്ട്രക്ഷൻ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് തോന്നിയ പോലെ ആയിരോ. അതിന് കുഴപ്പമില്ല, ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. അജീഷിന് വലിയ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞൂടാ അത് ശരിയാവും എന്നുള്ളത്. വണ്ടി കാറ് കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ, വീട്ടിൽ പോകാനോ പോയി മേടിക്കാനേ. അത് ശരിയാ, പോയി മേടിക്കാൻ കുഴപ്പമില്ല. ഇതൊക്കെ ശരിയാവൂടാ. പിന്നെ നമുക്ക് മാറ്റാനുള്ളത് ഇതിലെ ഏതൊരു ഫ്യൂസ് ഇല്ലേ ഈ കാണുന്നതിലെ ഏതൊരു ഫ്യൂസ് ഈ പറഞ്ഞ പോലെ തന്നെ പോയിട്ടുണ്ട്. അത് ഓരോന്ന് അഴിച്ചു നോക്കിയാൽ കത്തി ആടാ. ഞാൻ വിലയിൽ തന്നെ കണ്ടു. കെട്ടിയിട്ടുള്ളതാ. അടിച്ചു പോയിട്ടില്ല.
അപ്പോൾ ഇതല്ല ഇത്, പക്ഷെ നമ്മളൊരു ഫ്യൂസ് മേടിച്ചു തരണം കേട്ടോ 10-ൻ്റെ. ഈ ഫ്യൂസ് ഇതിനകത്ത് 10-ൻ്റെ ഇല്ലല്ലോ, മാറ്റിയിടാം. ഇത് ഡെമോ എന്താ പറയുക, ഡെമോയാന്നല്ലേ നീ പറഞ്ഞേ? അല്ലേ? അതെ. അപ്പോൾ എന്നാൽ അത് പോയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഓരോന്നോരോന്ന് അയച്ചു നോക്കാം. ആദ്യം എൻ്റെ പണി കഴിയട്ടെ. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുതിയ ഇലക്ട്രീഷ്യൻ അങ്ങനെ പറ്റുമൊന്നുമില്ല, മനസ്സിലായോ? പഴയ ഇലക്ട്രീഷ്യന്മാരാണെങ്കിൽ അവർ ഒറ്റയടിക്ക് 2 പണിയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ പുതിയ ഇലക്ട്രീഷ്യന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ ഇതിൻ്റെ പച്ചയും ചുമപ്പും കൂടി ഒരുമിച്ച് കൊടുക്കുക റിലേക്ക്. ആദ്യം ഉണ്ടായിരുന്നതിൽ 3 വയറേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്ന് ഒരു വയർ അയച്ചെടുത്ത് ഈ വരുന്ന 2 അല്ലേ, ഈ വരുന്ന 2 ഒന്നാക്കി കൊടുക്കും. അയ്യൂഷ്, അടുത്ത പ്രാവശ്യം നീ ഈ വീഡിയോ കണ്ടിട്ട് വേണം നീ ഇത് ചെയ്യാൻ കേട്ടോ. ഇനി ഇത് കത്തിപ്പോവാണെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുക ഞാൻ എങ്ങനെ ചെയ്തതെന്നുള്ളത്. ഇത് ശരിയായിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നോക്കിയിട്ട് ഈ സാധനം അടിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇത് സക്സസ് ആണെങ്കിൽ ഞാൻ പറയാം ഗൈസ്, 100 പ്രാവശ്യം ചെയ്തുകൊണ്ട് സക്സസ് ആയതുകൊണ്ട് എൻ്റെ വിചാരം ഇത് ശരിയാവുന്നതാണ്. ഇവിടുന്ന് 2 മഞ്ഞ വയർ വരും. ഈ 2 മഞ്ഞ വയറെ ഒറ്റൊരു ഇതിലേക്ക് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ് ഉദ്ദേശിക്കണത്. എവിടെയാണ്? അപ്പോൾ ഇതിൽ നിന്ന് 2 മഞ്ഞ വയർ വരേണ്ട. അതിൽ നിന്ന് കനം കൂടിയ മഞ്ഞ വയറ നേരിട്ട് ഹോണിലേക്കും, കനം കുറഞ്ഞത് നേരിട്ട് ഇതിനകത്തേക്കും, ഹോണല്ലാത്ത സ്ഥലത്തേക്കും. ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടും ഒരേ കനം തന്നെയല്ലേ? അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിയൻകാർ ചേട്ടന്മാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് 2ാമത്തെ വണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം അവരിതിപ്പോൾ ഒരുപാട് വണ്ടി വന്നു തുടങ്ങിയ ഒരു വണ്ടി അവിടെ നിന്ന് നമുക്ക് ലോഡ് എടുത്ത് വരാൻ വന്നിട്ടുള്ള വണ്ടി താന്ന് കിടക്കാണ് കേട്ടോ. അത് കാരണമാണ് ടൈം എടുക്കണം. ഇല്ലെങ്കിൽ ലാസ്റ്റിൽ സ്പീഡിൽ കയറ്റി കിട്ടിയാനേ അല്ലേ. അപ്പോൾ എന്തായാലും ചോറുണ്ട് വന്നത് നന്നായി. ഇനി കുറച്ച് കഴിഞ്ഞ് എനിക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ അത് തീർക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ ചെരിച്ചടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കണ്ടോ, ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരെണ്ണം ഇതിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ കെട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇപ്പം ഇപ്പുറത്തൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ അത് കാരണം തന്നെ ഒന്നോലെ നമ്മുടെ ഈ ബോർഡിൽ ഫുൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബോർഡിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഇതിനകത്ത് മൊത്തം ഇതിൻ്റെ ഡിമ്മിൻ്റെ ഏതാ, ബ്രേക്കിൻ്റെ ഏതാ, ഹോണിൻ്റെ ഏതാന്നൊക്കെ ഉള്ളത്. ഇത് നോക്കി കണ്ടുപിടിക്കണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോന്ന് ഊരിയിട്ട് കണ്ടുപിടിക്കണം. ഇത് ഫിറ്റ് ചെയ്ത് കിട്ടോ, ഇത് ഓക്കെ. ഇത് കണക്ഷൻ കൊടുത്ത് ക്ലീനാണ്. നമ്മളവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഹോണിൻ്റെ ഫ്രണ്ടിൽ കണക്ഷൻ കൊടുത്തിട്ട് കൂടെ ഹോൺ അടിച്ചപ്പോൾ ഓക്കെ. അപ്പോൾ വീണ്ടും റിലേ പോയത് തന്നെയായിരുന്നു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ റിലേ ഇടയ്ക്ക് പോകുന്നതിൻ്റെ കാരണം ഒന്ന് ചെക്ക് ചെയ്യണം. അത് ഡൂപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ വേറെ വല്ല പ്രശ്നമുണ്ടോ നോക്കണം. ഇനിയിപ്പോൾ ഇത് ഓരോന്നോരോന്ന് അഴിച്ച് നോക്കട്ടെ കേട്ടോ. വായിച്ച് മനസ്സിലാക്കി ഇത് ചെയ്യണേക്കാളും നല്ലത് എല്ലാം ഊരി നോക്കുക അല്ല അനീഷേ? അപ്പോരെ അതിൽ നോക്കിയാൽ അറിയാം. ഇതല്ല ഒന്നുകൂടി എളുപ്പം ഊരാ. അപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ അടച്ചു പൂട്ടി വെച്ചു കേട്ടോ. നടന്നില്ല. നമ്മുടെ ഹോൺ ക്ലിയർ ആക്കി. പക്ഷേ നമ്മുടെ മറ്റേ ഇത് വർക്ക് ചെയ്യണില്ല കറക്റ്റായിട്ട്. എന്താ പറയുക, ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മ് എല്ലാം അവർ പറഞ്ഞ എല്ലാ ഫ്യൂസും അതേപോലെ ഇതിനകത്ത് എഴുതിയിട്ടുള്ള ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. F23 21 എന്ന് പറഞ്ഞിട്ടുള്ളത്. തുറക്കണോ പൂട്ടിയേക്കാം. F21 23 എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അഴിച്ചു നോക്കി. പക്ഷെ അതൊന്നും ശരിയാവണില്ല. അപ്പോൾ ഇനിയിപ്പോൾ ബലമായ സംശയം എനിക്ക് തോന്നുന്നത് മറ്റേ ഇത് പോയിട്ടുണ്ടായിരിക്കും, ഉള്ളിലത്തെ ഫിലമെൻറ്റിൻ്റെ ബ്രേറ്റ് പോയിട്ടുണ്ടാവും. പക്ഷേ 2 എണ്ണത്തിൻ്റെയും ഒരുമിച്ച് അങ്ങനെ പോയിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിച്ചിട്ടൊരു പിടിയില്ല. എന്തായാലും അപ്പോൾ ഇലക്ട്രീഷ്യനെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് ഓക്കെ ആണ്. പിന്നെ അതുപോലെ നമ്മുടെ ഈ മിറർ ഉണ്ടല്ലോ, ഇപ്പോൾ നോക്കിയാൽ ജിഷ അവിടെ നിന്ന് കറക്റ്റ് ആണോ പൊസിഷൻ? നോക്കി ടയർ കിട്ടണ്ടോ? ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് ആടുമായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റേ ടൂളിൻ്റെ കിറ്റ് ഉണ്ട്. ഈ ഭാരത് ബെൻസിന് ഈ ഒരു സാധനം മസ്റ്റാണ് കേട്ടോ. കാരണം ഈ ഫ്ലവറാണ് ഇതിൻ്റെ എല്ലാം ഇത് അഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ ആയാലും 8 ബോൾട്ട് ഉണ്ടെങ്കിൽ അഴിക്കാനായിട്ട് ഭയങ്കര സുഖമാണ്. ഇപ്പോൾ ഇതമ്മിലോ എല്ലാത്തമ്മിലും അതേ സെയിമാണ് കമ്പനി വരുമ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നിങ്ങൾ മേടിച്ച് വെച്ചാൽ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാനും അതിനൊക്കെ പറ്റും. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഓക്കെ ആക്കി. ഇനിയിപ്പോൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വണ്ടി വന്ന് ലോഡ് കയറ്റണു, പകർത്തി. ഇപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എന്താ പറയുക കയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറ്റേ വണ്ടി കഴിഞ്ഞിട്ട് വേണം ഈ വണ്ടി കയറ്റാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കയറ്റിയിട്ട് പകുതിയായിട്ടോ. ഇനിയിപ്പോൾ പകുതിയായി എന്ന് പറയുമ്പോൾ അതേ അടുത്ത വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ഊണ് കഴിക്കാൻ പോയിക്കണം അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇപ്പോൾ ഊണ് കഴിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കൂടിയും കയറ്റും. അപ്പോൾ അത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക പോകാൻ പറ്റുള്ളൂ. എന്തായാലും വൈകുന്നേരം ആവും കേട്ടോ. കാരണം പകുതി ആയിട്ടുള്ളൂ. ഇപ്പോൾ സമയം 3:45 4 മണിയായി. 4 മണിയായിട്ട് പകുതി ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു സമയമാവും ഇത് തീരുമ്പോൾ എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് എന്നതിനൊന്നും കഴിയില്ല. പിന്നെ ഇങ്ങനെ പകർത്തി കയറ്റുന്നതാകുമ്പോഴേ പിന്നെ പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല. ഇങ്ങനെ തന്നെ ആവുള്ളൂ. ഈ പറഞ്ഞ പോലെ മഴക്കാറ് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പായയും കാര്യങ്ങളൊക്കെ കയറ്റി കൊടുത്തോളം വരെ ഇട്ട് നിർത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് നനഞ്ഞ് കഴിഞ്ഞാൽ ആകെ തവിട് പൊടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയാക്കി നിർത്തി. ഇനിയിപ്പോൾ അവർ അടുത്ത വണ്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേണം കയറ്റാനായിട്ട്. ഇപ്പോൾ 2 വണ്ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നല്ല പറഞ്ഞേ.
അത്രേ ഉള്ളൂ. അപ്പോൾ 2 വണ്ടി കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാലൻസ് റെഡിയും കയറ്റി കഴിഞ്ഞാൽ ഫുള്ളായി ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ടാണ്. ഏതാ കേട്ടില്ല? വെയിറ്റ് വലിയ കാര്യമായിട്ട് വെയിറ്റ് വലിയ കാര്യമായിട്ടുണ്ടാവില്ല, വലിയ വെയിറ്റുള്ള സാധനം അല്ലാതെ കൊണ്ട് എല്ലുപൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയ്ക്കല്ലേ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് വരാം നമുക്ക്. ചായ കുടിക്കാനായിട്ട് കുറച്ച് അകലേക്ക് എത്തിയെങ്കിലും നല്ല ചായക്കട ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. ചായയും കുടിച്ചു, അടിപൊളിയാക്കി. ഞങ്ങൾ നമ്മുടെ മൂർക്കനിക്കാർ വരെ എത്തി. മൂർക്കനിക്കാരല്ല, പൂച്ചട്ടി വരെ എത്തി. അപ്പം ഇനിയിപ്പോൾ തിരിച്ച് കുറേ പോകാണ്ട്. ഗായ്സ് പണി പാളിയെന്നാണ് തോന്നണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിതേ തിരിച്ചെത്തിയപ്പോഴേക്കും നല്ല മഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി പായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ. അപ്പോൾ അത് ഫുൾ പായ ഇട്ടിട്ട് മൂടി നിർത്തിയേക്കാണ്. ഇപ്പോൾ വണ്ടി വന്നു കയറ്റാനായിട്ട്, പക്ഷേ കയറ്റാൻ പറ്റില്ല. മഴയത്ത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ നനഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ മഴ മാറി കുറഞ്ഞതിന് ശേഷം മാത്രമാണ് കയറ്റാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ പോസ്റ്റ് ആവും. എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ മഴ നല്ല മഴ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാറും. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല, വീണ്ടും രണ്ടാമതും കയറ്റാൻ തുടങ്ങി. ഈ ഒരു വണ്ടി കൂടി ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഇനി 2 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ മുന്നത്തെ വണ്ടി കയറ്റി പോയോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി കൂടി കയറ്റുകയാണെങ്കിൽ കൈയോടെ തന്നെ പായിട്ടിട്ട് കെട്ടി ഇനി രണ്ടാമതും പോയി തൂക്കം നോക്കണം കേട്ടോ. കാലിൽ തൂക്കം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത് പോയിട്ട് ഇതിൻ്റെ തൂക്കെടുത്ത് കൊണ്ടുവന്ന് ഇവർക്ക് അയച്ചു കൊടുത്താൽ മതിയാവും. രണ്ടാമത് ഇങ്ങോട്ട് വരേണ്ടി വരില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. വൈകുന്നേരം അപ്പോൾ നേരെ അജീഷ് കോയമ്പത്തൂർക്ക് വിടും. കണ്ടു, ഇപ്പോൾ നമ്മളുടെ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയിൽ നിന്ന് കയറ്റിക്കൊണ്ടിരിക്കുക. ഒരു വണ്ടി കൂടിയും കയറ്റാനുണ്ട് കേട്ടോ. ഫുള്ള് ഒരു വണ്ടി കൂടിയും കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് തീരും. നമുക്ക് കയറ്റാനുള്ള ലാസ്റ്റ് വണ്ടി വന്നിട്ട് ഈ വണ്ടിയിലത്തെ കൂടിയും കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ളായി. അതിൻ്റെ ഇവിടുത്തെ ഒരു 10-15 കിലോമീറ്റർ അകലെ നിന്നാണ് ഈ വണ്ടി കയറ്റി വരുന്നത്. അപ്പോൾ 2 വണ്ടി മാറി മാറി 2-3 വണ്ടി ഉണ്ടെന്നുകൊണ്ട് കയറ്റി മാറ്റി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളതിലേക്ക് കയറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു വണ്ടി കൂടിയും കയറി ഇത് ഫുള്ള് കയറുമെന്ന് തോന്നുന്നില്ല. എത്ര ഇപ്പോൾ മാക്സിമം ഇതിൽ കയറ്റാൻ പറ്റുന്നത്ര ഇതിനകത്തേക്ക് അങ്ങോട്ട് കയറ്റും. എന്നിട്ട് അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഫുള്ള് പരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടി കെട്ടിയിട്ട് കെട്ടാനിവിടെ വേറെ ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന് ഞാനും അജീഷും നിന്ന് കെട്ടേണ്ടി വരും. മരണപണി ശരിക്കും വയ്യാണ്ടായിരുന്നു പറയും. ക്രോസ് ഒരു 56 കെട്ട് അതിൽ ഇത് പ്ലാസ്റ്റിക് ചാക്കായിരുന്നു. ഇഴുകി പോരാൻ ചാൻസ് കൂടുതലുള്ള കാരണം തന്നെ ശരിക്കുള്ള കെട്ട് കെട്ടേണ്ടി തൂരും കെട്ട് കെട്ടി നോക്കി ബാക്കും ഫ്രണ്ടായിട്ട് മരിച്ചു. കൈ പിന്നെ മറ്റേ ഗ്ലൗസ് കിട്ടിയിട്ടുള്ള കാരണം ഗ്ലൗസ് ഇട്ടിട്ട് വലിച്ച കാരണം ഞാൻ മുകളിൽ നിന്ന് താഴ്ത്ത് കെട്ടി. അപ്പോൾ അത് കാരണം വലിയ പ്രശ്നം ഉണ്ടായില്ല. എന്നാലും ഒരു വിധത്തിൽ പരിപാടി അവസാനിപ്പിച്ചെന്ന് പറയില്ലേ, വയ്യാണ്ടായി. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ ഇനി തൂക്കം നോക്കാൻ പോകണം. അതാണ് അടുത്ത പരിപാടി കേട്ടോ. മണ്ണ് വഴിയായിരുന്നേ കയറി വരുമ്പോൾ നോക്കി വന്നില്ല. ഈ നിറച്ചും കുഴിയല്ല, മഴ പെയ്തിട്ടാണെങ്കിൽ ആകെ ചെളിയായിട്ടാണ് കിടക്കണതേ. പിന്നെ ഇവിടുന്ന് ഒറ്റയടിക്ക് ഒടിഞ്ഞ് കിട്ടാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു. കിട്ടുകയാണെങ്കിൽ ഈ പുല്ലിക്കിലൊക്കെ കയറി പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോക്കി നോക്കട്ടെ, ഒറ്റയടിക്ക് കയറി പോയില്ലേ എന്നുള്ളത് അറിയില്ല. പിന്നെ വലിയ കയറ്റമൊന്നും ഇല്ലാത്ത കാരണം പെട്ടച്ച് കയറി വരേണ്ട ആവശ്യമില്ല. ഇവിടെ ചെളിയിൽ താഴെയാണ്, വണ്ടി കയറി പോയില്ല, പെട്ടു. ഇതുണ്ടോ ഇവിടെ ഈ നിലയ്ക്ക് കിടക്കണത്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോക്ക് നടക്കാം? വണ്ടി ഒടിഞ്ഞു പോകണ്ടേ, കയറി പോകണ്ടേ? വേണ്ട, വണ്ടി തിരിയുക, അത് പെട്ടു. ഇനി കറക്റ്റായിട്ട് റേറ്റ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലേ വീഡിയോ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒന്നുമല്ല ആ കുഴിയിൽ കിടക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ ചാലിൽ കിടക്കും. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കട്ടെ. വണ്ടി കയറിയതിന് ശേഷം ബാക്കി കുറേ നേരെ കളിച്ചതിന് ശേഷമാണ് കേട്ടോ കയറിയത്. വീല് വന്നതുണ്ടോ എൻ്റെ ഫോണിന് ശരിക്കും പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടു. ഒരു 5-6 പ്രാവശ്യം ബാക്കും ഫ്രണ്ടൊക്കെ എടുത്തിട്ട് ആണ് അങ്ങടേക്ക് കിടന്നത്. ഇനിയിപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് പിന്നാലെ പോട്ടെ. ബാക്ക് വല്ല കമ്പിമ മുകളിലത്തെ കമ്പിമ വല്ലതും തട്ടിക്കഴിഞ്ഞാൽ അതും പണിയാവേ. ഇനി നോക്കി പോട്ടെ. ഞാൻ ഹോൺ അടിക്കാന്ന് പറഞ്ഞേക്കണം ബാക്കിൽ വല്ല കമ്പിമ മുട്ടുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ബാക്കിൽ പോട്ടെ. ഏതെങ്കിലും ഒരു വണ്ടി കയറി വന്നാൽ വരെ ഒതുക്കാൻ പറ്റില്ല. കാരണം മഴ പെയ്ത് ഒക്കെ കുതിർന്ന് കിടക്കണോണ്ട് നമ്മൾ ഒരു വീല് റോട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി വലിച്ചു പോകും, അല്ലെങ്കിൽ ചാലി പോകും, അത് ഉറപ്പ്. അപ്പോൾ റോട്ടിൽ നിന്ന് ഇറക്കാണ്ട് മെല്ലെ മെയിൻ ഒറ്റ വണ്ടി പോകാനുള്ള കറക്റ്റ് ഗ്യാപ്പുള്ള ഈ വഴിയിലേ. അപ്പോൾ അതുകൊണ്ട് നോക്കി മെല്ലെ പോവാണ്. എന്തോ എന്നാലും ഇറക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടുപോകും. ഇറക്കാനൊരു സ്ഥലമില്ല, റോട്ടിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനുള്ളൊരു സ്ഥലമില്ല. ഇത് കണ്ടില്ല, 2 സൈഡിലും തുണ്ട് ഗ്യാപ്പ് പോലും ഇല്ല. അങ്ങനെ പോണത് വരഞ്ഞിട്ട് ഓട്ടോറിക്ഷ പോണ വഴികൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കടച്ചക്കയുടെ പ്ലാവുമ്പിലൊക്കെ നന്നായിട്ട് ഒരഞ്ഞ് കടച്ചക്കയൊക്കെ തോണ്ടി പറിച്ചാൽ പോണത്. ഇത്ര ചെറിയ വഴിയായി തന്നെ, രാത്രിയും കൂടിയല്ലേ. നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. അളവൊക്കെ അടിക്കുമ്പോഴേ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് വരണേ കണ്ടു. അവനാണ് ഈ ബാക്ക് കാണാനും പറ്റില്ലല്ലോ, ബാക്ക് വീലൊന്നും കാണാൻ പറ്റില്ല. വലിയ കല്ലൊക്കെ ഇരിക്കണമെങ്കിൽ ശരിക്കും ടയർ പൊളിഞ്ഞു പോകും. അങ്ങനെ പ്രശ്നം വരെ ഉണ്ടേ, കണ്ടില്ലേ.
എന്താണോ പറ്റി നോക്കട്ടെ. ഇതിപ്പോൾ രണ്ടാമത് തൂക്കം നോക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വഴിക്ക് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് നേരെ അങ്ങോട്ട് പോയായിരുന്നു, നേരെ നടത്തറ സെൻറ്ററിൽ നിന്ന് ചാടായിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും ഒല്ലൂർക്ക് തിരിച്ച് ഒരു 5-6 കിലോമീറ്റർ ഓടണം, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പോൾ അത് കാരണം പെട്ടത് അത് തന്നെയല്ല ഈ ചെറിയ വഴികളെ പോകണ്ടേ വന്നാൽ ഈ നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞ് നടത്തറ സെൻറ്ററിൽ നിന്ന് ചാടായിരുന്നു. ഇതൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇത് അതുമില്ല, അതാണ് പ്രശ്നം വരുന്നത്. രാത്രി ചെറുവഴിക്കട വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അത് കാരണം എന്തായാലും ഞാൻ വന്നത് നന്നായി, നമ്മുടെ വീടിൻ്റെ ഭാഗത്തും അടുത്തൊക്കെ ആയതുകൊണ്ട് നന്നായി. അകലമ്പുഴയ്ക്കൊക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് തന്നെയല്ലേ പോക്ക് നടക്കുള്ളൂ, വേറെ കാര്യമൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ശരിക്കും പെടും. ഫ്രണ്ടിൽ വണ്ടി വന്നതുകൊണ്ട് കുറച്ച് ദൂരം കൂടി ഉള്ളൂ അപ്പുറത്തെ റോട്ടിലേക്ക്, വലിയ റോട്ടിലേക്ക്. അവിടെ എത്തിയാൽ പിന്നെ കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ മോളൊക്കെ നോക്കണേ, മരങ്ങൾ നോക്കണം, അതുപോലെ മോളികടെ പോയിട്ടുള്ള ക്രോസ് ചെയ്തിട്ടുള്ള ലൈൻ കമ്പികൾ നോക്കണം, വീട്ടിലേക്ക് സർവീസ് വയർ പോയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സംഭവങ്ങളും നോക്കണം. ഇത്തിരി കൂടി പോയാൽ അവിടെ എത്തും, അത് കാരണം പിന്നെ ഒരു സമാനമുണ്ട്. മെയിൻ റോഡിലേക്ക് കയറിയിട്ടാ ഇപ്പോഴാണ് ഒരു ആശ്വാസം. ഇത് മറ്റതൊരു 10-25 വണ്ടി വന്നിട്ടുണ്ട് റോട്ടിൽ, സൈഡ് കൊടുക്കാൻ നിന്നേ. ഒറ്റയ്ക്കാണെങ്കിൽ ശരിക്കുള്ള കഷ്ടപ്പാടാണ് കേട്ടോ. ആരെങ്കിലും കൂടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ ബാക്കിലായാലും ഇങ്ങനെ ആയാലും ഒന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ശരിക്കും വിടും. അപ്പോൾ കുറേ നാളായിരുന്നു നമ്മുടെ ലോറിയിൽ കയറി യാത്ര ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അജീഷിനൊപ്പം ഞാൻ അവിടെ നമ്മുടെ താറവിടെ ഒതുക്കിയിട്ടിട്ട് അജീഷിനൊപ്പം നേരെ കയറി. എന്നിട്ട് ഇനി നമ്മൾ തൂക്കം നോക്കുന്ന സ്ഥലത്തേക്ക് പോയി ഒല്ലൂർ വരെ പോകണം. അപ്പോൾ ഒല്ലൂർ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞാനിവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഇപ്പോൾ നേരെ തൂക്കം നോക്കുന്ന സ്ഥലത്തേക്ക്. അജീഷ് വിശന്ന് തുടങ്ങിയാ? ചോറിനറിയാ? കഞ്ഞിയാണ് ഈ മെയിൻ കഞ്ഞിയുടെ ആളാ? അതാ. അപ്പം ഈ കഞ്ഞി കുടിക്കും. ഇവിടെ മണം കേട്ടോ, ഔഷധിയുടെ മണം ഈ ഭാഗത്തുണ്ട് അല്ലേ? അതന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഹൈവേക്കടെ പോകുമ്പോൾ ആ സൈഡ് ബാക്ക് സൈഡ് വന്നു കഴിഞ്ഞാൽ ഇത് പഴയ കാലത്തൊക്കെ ഇതിലെ വരുമ്പോൾ ഭയങ്കര മണമായിരുന്നു. മറ്റേ മരുന്നിൻ്റെ അല്ല ഈ ഇതിൻ്റെ ഏത് ഔഷധിയുടെ വേസ്റ്റാ? അതെന്താ? ആ പൊട്ട മണാവൂല്ലേ? ഡാൽമീക്ക സിമെന്റിന്റെ ഫാക്ടറിയിൽ എന്ത് ചെയ്യാനാ അതിന്റെ വേസ്റ്റ് കൊണ്ടിട്ട്? കോട്ടക്കിലിന്നല്ലേ? ഓ എല്ലാത്തിലും വേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞൊരു വേസ്റ്റ് പോലും വേസ്റ്റ് അല്ല, എല്ലാം ആവശ്യമുണ്ട് അല്ലേ? എല്ലാ സാധനവും റീസൈക്കിൾ ചെയ്തോണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കമ്പനികളുള്ള സ്ഥലമാണ്. ശരിയാണ്. കോഴിയുടെ എല്ലും ഇതൊക്കെ ഇട്ട് പൊടിച്ച് ചാക്കിലാക്കിയിട്ട് നമുക്ക് മറ്റേ ഇനി കോഴിത്തീറ്റയും കാലിത്തീറ്റയും അതുപോലെ തന്നെ പിന്നെ എന്തൊരു തീറ്റ മറ്റേ അങ്ങനെയുള്ള എല്ലാം മീനിൻ്റെ തീറ്റ ഇതൊക്കെ ആയിട്ട് ഈ സാധനം കോഴിയുടെ വേസ്റ്റ് തന്നെ പൊടിച്ചത് ചാക്കിലേറ്റി ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി അത് മിക്സ് ചെയ്ത് വീണ്ടും തിരിച്ച് അതിൻ്റെയൊക്കെ തീറ്റയായിട്ട് വരും. എന്താല്ലേ എന്തൊക്കെയോ നടക്കണ്ട്, നമ്മളൊന്നും അറിയണ്ടെന്ന്. ഒരു സാധനം വേസ്റ്റ് അല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ഒല്ലൂർ സെൻറ്ററിൽ എത്തിയിട്ടാ. ഇതാണ് ഒല്ലൂർ സെൻറ്റർ. ഇങ്ങോട്ട് പോയാൽ തൃശ്ശൂർ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പാലിയക്കര നമ്മുടെ ടോള്. പഴയ കാലത്ത് നമ്മുടെ ബൈപ്പാസൊക്കെ വരുന്നേക്കാളും മുന്നേ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകണമെങ്കിൽ ഇതായിരുന്നു കേട്ടോ മെയിൻ റൂട്ട്. ഇപ്പോൾ ബൈപ്പാസ് വന്നാൽ ആരും ഈ വഴിക്ക് വരണില്ല. എന്നാലും ഈ വഴി ഭയങ്കര തിരക്കാ, ചെറുവഴിയായിരുന്നു. തൂക്കം നോക്കാനുള്ളടത്തും തിരക്കോ മൊത്തം. തടിവണ്ടി വരുന്ന സമയമായതുകൊണ്ട് തന്നെ ഫുള്ള് നല്ല തിരക്കാ. ഏതായിരിക്കും അടുത്ത തടിവണ്ടി? ഇതിങ്ങനെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒല്ലൂരത്തെ പഴയ കാലം മുതലുള്ള ഒരു ഇതാണ്, വേ ബ്രിഡ്ജാണിത്. എന്തോ ഒരു വണ്ടിയാ വേ ബ്രിഡ്ജിൽ കിടക്കണേന്ന് നോക്കിയേ. ഇത് മുഴുവൻ ഓട്ടത്തിന് വേണ്ടി കാത്തു കിടക്കണതാണ് കേട്ടോ. ഇവിടെ 2-3 മറ്റേ ഇതുണ്ട്, എന്താ പറയുക, ബ്രോക്കർ ഓഫീസ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഓട്ടത്തിന് വേണ്ടി കിടക്കണതാ. തൂക്കം നോക്കട്ടെ കേട്ടോ. എത്രയുണ്ട്? 20 20 ടോട്ടല് 20 ഉള്ളൂ ടോട്ടല്. ഇത് മറ്റേ കോഴിയുടെ എല്ലുപൊടി പൊടിച്ചിട്ടുള്ളത്, കോഴിയുടെ ഇതൊക്കെ കൂടിയിട്ട് പൊടിച്ച് ഇതാക്കില്ലേ? വെയിറ്റ് കുറവാണ്. ഞങ്ങൾ വിചാരിച്ച വെയിറ്റ് 10-25 ടൺ ഉണ്ടാവും, 20 ടൺ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ചേട്ടനെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്ത് വിറക് കയറ്റാൻ പോയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം. നമ്മളത് എവിടേക്കായിരുന്നു? ജസ്റ്റിൻ പടവരാട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചേട്ടനെ കൂടിയിട്ട് അന്ന് മറ്റേ എന്താ പറയുക റേറ്റ് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ധൈര്യമായിട്ട് പോരാ, ഞാൻ നോക്കിയോളാം പറഞ്ഞു. ചേട്ടനെ ഇവിടെ വന്നപ്പോൾ വീണ്ടും കണ്ടു. ഇവിടെ ഇഷ്ടംപോലെ ബ്രോക്കർ ഓഫീസ് ഉണ്ടല്ലേ? ആ വണ്ടികൾ ഞാൻ നോക്കിയില്ല. കുറേ അന്നൊന്നും വന്നപ്പോൾ വണ്ടി അധികം കിടക്കുന്ന നിറച്ചും വണ്ടികളും
കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ബില്ല് കിട്ടിയിട്ട് വേണം പോകും. അപ്പോൾ ഇവിടെ ഒതുക്കി നിർത്താം. അടുത്ത വണ്ടി അതേപോലെ തന്നെ തൂക്കം നോക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ തൂക്കം നോക്കിയ വണ്ടികളും കിടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ ശരി കേട്ടാ. ഓക്കെ ഓക്കെ. അപ്പോൾ അജീഷ് തൂക്കം നോക്കി ഇതിലെങ്ങനെ എടുത്തുകൊണ്ട് വരണ്ട കേട്ടോ. നമ്മുടെ 26 അടിയായിട്ട് വരെ ഒടിഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ 28, 29, 30 ട്രെയിലറൊക്കെ ഒടിഞ്ഞു വരുമ്പോൾ തൂക്കം നോക്കിയിട്ട് എടുക്കുമ്പോൾ എത്ര പ്രാവശ്യം. ട്രെയിലർ വലിയ പ്രശ്നമില്ല എന്നുകൊണ്ട് ഈ നീളം കൂടിയ വണ്ടികളാകുമ്പോൾ ഒറ്റയടിക്ക് ഒടിഞ്ഞു കിട്ടാനും അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. ഓക്കെ ആയിക്കോട്ടെ, കാണാം നമുക്ക്. അതെ അല്ലേ, ശരി എന്നാ ശരി എന്നാ. അപ്പോൾ അജീഷ് വണ്ടി എടുത്ത് വരണിട്ട് നമ്മുടെ തൂക്കം നോക്കൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ അജീഷ് വടക്കഞ്ചേരിയിൽ കൊണ്ട് ഒതുക്കി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോകാനാണ്. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്കും. നമ്മൾ കാർ ഇട്ടിട്ടുള്ളത് കുട്ടനല്ലൂർ കോളേജിൻ്റെ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അജീഷ് എന്നെ കുട്ടനല്ലൂർ കോളേജിൻ്റെ അവിടെ ഇറക്കും. എന്നിട്ട് വടക്കഞ്ചേരിക്കല്ലേ പോണേ? വടക്കഞ്ചേരിക്ക് പോവാണ്. ഞാൻ വരുന്ന അല്ല ആ എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരിക അല്ലേ? എടാ ഇവിടുന്ന് 30 കിലോമീറ്റർ കഞ്ഞി കുടിക്കാൻ അവിടെ, അതും വണ്ടി എടുത്ത് ഇവിടുന്ന് അവിടം വരെ ചെല്ലാൻ, എന്നിട്ട് തിരിച്ചു പോന്നോളാം അല്ലേ? മുത്തിന് ക്ലാസ്സിലായിരുന്നു ഞാൻ പോന്നേനെ, കഞ്ഞി കുടിക്കാനല്ല വണ്ടിയിൽ പോന്നേനെ. ക്ലാസ്സില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ കൊണ്ടൊന്നും നിർത്തിയിട്ടല്ലേ ഞാൻ വണ്ടിയിൽ വരാറ്. മറ്റേന്ന് പറഞ്ഞാൽ ഇത്ര നാൾ സ്കൂൾ ഉണ്ടായിരുന്നില്ല, വെക്കേഷനിലായിരുന്നോ, അതാണ് പ്രശ്നം ഉണ്ടായത് 8-ല്. അപ്പോൾ അതാണ് പ്രശ്നം ഉണ്ടായത്. ഇനിയിപ്പോൾ എന്തായാലും അപ്പം നീ നേരെ അങ്ങനെ വിട്ടോ കോയമ്പത്തൂർ. ഓക്കെ, പല്ലടം. ഓക്കെ, വേലന്താവളം. അപ്പോൾ കഞ്ഞി കുടിച്ച് ഓക്കെ ആയിട്ട് പോക്കോ. അപ്പോൾ ഓക്കെ ബൈ.